ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയും ഗംഗയും യമുനയും ആ വീട് തിരിച്ചു പിടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനായി അവർ ബാങ്കിൽ പോയി ഗംഗയുടെ കല്യാണത്തിനു വെച്ച സ്വർണം മുഴുവൻ പണയം വെച്ച് മാനേജർ പറഞ്ഞ തുക മുഴുവൻ ഒപ്പിക്കുന്നു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഒരു തരി പൊന്നു പോലും. അച്ഛൻ പോയി, അതിനേക്കാളും വലുതായി ഒന്നുമില്ല. നമ്മുടെ അച്ഛൻ്റെ ശ്വാസവും ഗന്ധവുമുള്ള വീട് നമുക്ക് തന്നെ തിരിച്ചു പിടിക്കണം. അത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് 3 പേരും കൈ കൊടുക്കുന്നു. എന്നിട്ടും മാനേജർ കാശ് തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഉടക്കി നിൽക്കുമ്പോൾ കാവേരി ചൂടായി. അച്ഛൻ്റെ ചിതയുടെ ചൂടാറും മുമ്പെയാ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കിയത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പണം മുഴുവൻ കൊണ്ടുവന്നിട്ടും വീട് ഞങ്ങൾക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ ഒന്ന് വിയർത്തു. പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ഒരു 2 ദിവസം എന്ന് പറയുമ്പോൾ ഒരു രൂപ പോലും കുറയാതെ പണമെല്ലാം വാങ്ങിച്ചെടുത്തിട്ടല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ പേപ്പർ വർക്കിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നരേൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മാനേജറെ കൈ ആംഗ്യം കാണിച്ചു വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, മാനേജർ സാർ ഒന്ന് വെയിറ്റ് ചെയ്യേ, തീരുമാനം ഞാൻ പറയാം എന്ന് പറയുന്നു. ആ കുട്ടികൾ അവരുടെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ തന്നെ ഇന്ന് കിടന്നുറങ്ങും. ഇനി ആരും അവരെ കുടിയൊഴിപ്പിക്കാൻ അവിടെ ചെല്ലുകയുമില്ല എന്ന് പറഞ്ഞതും മാനേജർ വഴിക്ക് വന്നു. കാവേരിക്ക് മനസ്സിലായി, ആരോ ഒരാൾ ശക്തമായി എന്തോ പറഞ്ഞതിന് ശേഷമാണ് മാനേജർ ഒന്ന് തണുത്തത് എന്ന്. കാവേരി പുറകെ ഓടി. നരേൻ നിന്നില്ല. കാവേരി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്തിനായിരിക്കും നരേൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കുക. മറ്റൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.